ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെയും അൽഹംദുലില്ലാ. ഇന്നത്തെ വ്ളോഗ് നമ്മൾ കസിൻസ് എല്ലാം കൂടിയിട്ട് ഒരു ചെറിയ ട്രിപ്പ് പോയ വിശേഷങ്ങളെല്ലാം കേട്ടോ. പിന്നെ അത് കൂടാതെ വേറെ ചില കാര്യം കൂടി ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ മുഴുവനായി കാണുക. കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. രാവിലെ തന്നെ ഇതാ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. കിച്ചണല്ല, സോറി, വർക്ക് ഏരിയ. നമ്മുടെ വീട്ടിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളെല്ലാം വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. ഇപ്പം എന്താ പരിപാടി എന്ന് വെച്ചാൽ ഉപ്പ തിരിച്ച് ദുബൈയിലേക്ക് പോക്കാണ്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം കേട്ടോ. ഉപ്പ തിരിച്ചു പോകുമ്പോൾ ഋഷിക്ക് എന്താ കൊടുത്തു വിടേണ്ടതെന്ന് ചോദിച്ചാരോ, ഒന്നും വേണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം അവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല, ഒറോട്ടിയും ബീഫെല്ലാം അവിടെ കിട്ടുന്നത് തന്നെയല്ലേ. അപ്പോൾ ഞാൻ എന്തെങ്കിലും കൊടുത്തയക്കാന്നുള്ള രീതിയിൽ പപ്സില്ലേ, ഇറച്ചിപ്പത്തിൽ, അതും അങ്ങനെ 2 കടി ഉന്നക്കായലായിട്ട് കൊടുത്തയക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഉച്ചക്കൊരു 2 മണിയാകുമ്പോൾ ഉപ്പ വീട്ടിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ എല്ലാം റെഡിയായി ചൂടാറിയിട്ട് വേണ്ടേ കൊടുത്തു വിടാൻ. അതുകൊണ്ട് രാവിലെ തന്നെ ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സത്യം പറയുകയാണെങ്കിൽ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ നാളായി കേട്ടോ. എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനെല്ലാം മടി കൊണ്ടാണ്. പിന്നെ ഇതൊരു ചെറിയ വീഡിയോ ആണ്. അപ്പം അതിൻ്റെ കൂടെ വേറെ വീഡിയോസ് ഒന്നും എടുക്കാനും ഒന്നിനും ടൈമില്ലായിട്ടാന്ന് ഞാൻ പറയില്ല. ശരിക്കും പറയുകയാണെങ്കിൽ മടി കൊണ്ട് തന്നെയാണ് കേട്ടോ. ഒരു വീഡിയോ ഇട്ട് പിന്നെ കുറച്ച് ഗ്യാപ്പ് വന്നു പോകുമല്ലോ. അങ്ങനെ മടിയെല്ലാം കൊണ്ടാണ് ഇങ്ങനെ അങ്ങ് നീണ്ടു പോകുന്നുള്ളത്. എൻ്റെ പപ്സിൻ്റെ മസാല ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഇതെല്ലാവർക്കും അറിയായിരിക്കൂലേ. പാനിൽ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് അതിൽ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും അതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിലില്ലേ, നമ്മൾ ഈ എണ്ണയിൽ ഉള്ളി പൊരിച്ച് കോരിയെടുക്കൂലേ, നമ്മൾ ഈ ബിരിയാണിൻ്റെ മുകളിലെല്ലാം ഇടാൻ പറ്റുന്ന ആ ഒരു പരുപ്പത്തിൽ അങ്ങനെ ആക്കിയിട്ടാണ് കേട്ടോ പപ്സ് ഉണ്ടാക്കൽ. അതിൽ പിന്നെ വേറെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കൽ, കൊടുത്തു വിടാൻ വേണ്ടിയിട്ട്. അതാകുമ്പോൾ പെട്ടെന്നൊന്നും കേടായി പോവില്ല. പക്ഷേ എനിക്കിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ ഇതാ എല്ലാം റെഡിയായി ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷമാണ് ഞാൻ ബാക്കിയുള്ള വീഡിയോസ് എടുത്തിന്. വീഡിയോ എടുക്കാൻ നിന്നാൽ പിന്നെ ഒന്നിനും ടൈം ഉണ്ടാവില്ല. അതുകൊണ്ട് പെട്ടെന്ന് എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഉന്നക്കായി തലേന്ന് രാത്രി തന്നെ ഫ്രീസറിൽ വെച്ചുകൊണ്ട് അതും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ ഈ അരി ഉണ്ടില്ലേ, അത്, പപ്സ്, ഉന്നക്കായ, പിന്നെ ചെറിയ ബേക്കറി ഐറ്റംസ് അങ്ങനെയെല്ലാം കേട്ടോ കൊടുത്തു വിടുന്നുള്ളത്. പിന്നെ ഞാൻ ഋഷിക്ക് 2 ഷർട്ട് വാങ്ങിയിട്ടുണ്ട്. അധികവും നാട്ടിൽ നിന്ന് വാങ്ങിയിട്ട് കൊടുത്തു വിടലാന്ന് കേട്ടോ ചെയ്യൽ. ഇവിടുത്തെ നല്ല കറക്റ്റ് ഫിറ്റെല്ലാം ആയതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ 2 ഷർട്ട് എടുത്തിട്ടുണ്ട്. അതും കൂടി അങ്ങനെ അതെല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ കറക്റ്റ് ഒരു 2 മണി ആ ഒരു ടൈമിൽ തന്നെ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തി നോക്കുമ്പോൾ നല്ല തിരക്കേനു കേട്ടോ. ഞാൻ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല. എന്താ ഒരു ഉംറൻ്റെ സീസൺ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഭയങ്കര തിരക്കേനു. അങ്ങനെ ഉപ്പ അവിടെ എത്തിയിട്ടുണ്ട് അൽഹംദുലില്ലാ. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാം. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നുള്ളത്. കുറച്ച് ദിവസമല്ല, കുറച്ചധികം ദിവസം കഴിഞ്ഞിട്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ എണീച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഹംദക്ക് സ്കൂളിലുള്ള ഒരു ദിവസമാണ്. അത് മാത്രമല്ല, ഹംദനെ സ്കൂളിൽ അയച്ചിട്ട് വേണം ഒന്ന് പുറത്ത് പോകാൻ. നമ്മൾ കസിൻസായിട്ട് കുറച്ച് ദിവസമായി ഒരു ട്രിപ്പ് പ്ലാൻ ആക്കിയിട്ട്. അപ്പോൾ ഇന്ന് അങ്ങനെ പോകാനുള്ള ഒരു ദിവസമാണ്. അങ്ങനെ ഞാൻ രാവിലെ എണീറ്റ് അമ്പതിനെ ഫുൾ റെഡിയാക്കിയിട്ട് സ്കൂളിൽ അയച്ചിട്ട് വേണം എനിക്ക് പോകാൻ. കറക്റ്റ് ഒരു 9 മണി ആ ഒരു ടൈമിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഒന്നിനും ടൈം ഉണ്ടാവില്ല കേട്ടോ. ഞാൻ അതുകൊണ്ട് കൂടുതലായിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ ഹംദനെ സ്കൂളിൽ അയച്ച് ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം തൊട്ടടുത്ത് മട്ടന്നൂർ എവിടെയെങ്കിലും അങ്ങനെ ഒരു ചെറിയ മീറ്റപ്പ് പോലെ ആക്കാമെന്നേനും പറഞ്ഞു. പിന്നെ അതിന് പറ്റിയ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കണ്ണൂർ തന്നെ പോകാമെന്ന് പറഞ്ഞു. കണ്ണൂർ എവിടേക്കാണെന്നൊന്നുമില്ല, കണ്ണൂർ എത്തിയിട്ട് തീരുമാനിക്കാമെന്നുള്ള രീതിയിൽ അങ്ങനെ പോയി. അങ്ങനെ ഞങ്ങൾ നേരെ ക്യാപിറ്റൽ മോളിലേക്കാണ് കേട്ടോ പോയിട്ടുള്ളത്. അവിടുന്ന് രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാരുണ്ട്. അപ്പോൾ ഫുഡൊന്നും കഴിക്കാനൊന്നും ടൈം കിട്ടിയില്ല.
അപ്പോൾ എന്തെങ്കിലും ചായ കുടിച്ചിട്ട് തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ കോഫിയും കല്ലുമ്മക്കായും അതെല്ലാം വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം സംസാരിച്ച് പിന്നെ അടുത്ത പ്ലാനിങ് എല്ലാം ചെയ്തിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി എവിടേക്കാണ് പോകാന്നുള്ളത്. നമ്മൾ വീട്ടിൽ ഒരു 4-5 മണിൻ്റെ ഉള്ളിലായിട്ട് എത്തുമെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. കാര്യം മക്കളെല്ലാം സ്കൂളിൽ പോയിട്ടല്ലേ ഉള്ളത്. അപ്പോൾ അവർ തിരിച്ചെത്തുമ്പോഴേക്ക് നമ്മൾ എത്തും എന്നെല്ലാം പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ ആ ഒരു ടൈം ആകുമ്പോഴേക്ക് എത്തുന്നതുകൊണ്ട് തന്നെ അധികം ദൂരമുള്ള സ്ഥലത്തും പോകാൻ പറ്റൂല. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ പോയത് ബേബി ബീച്ചിലേക്കാണ് കേട്ടോ. ഉച്ച ടൈം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ എവിടെയും അങ്ങനെ പോക്ക് നടക്കില്ല. നടന്ന് വെയിലുകൊണ്ട് വെറുതെ തളരണ്ടാന്ന് വിചാരിച്ചിട്ട് ഇവിടെയാണെങ്കിൽ നല്ല കാറ്റുണ്ട് കേട്ടോ. കുറേ നേരം അവിടുത്തെ ഫോട്ടോയും സംസാരിച്ചിരുന്ന് അങ്ങനെയെല്ലാം ആയിട്ട് ഇനിയിപ്പോൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എന്നാലും മൊത്തത്തിൽ നമ്മളെല്ലാവരും ഒന്നിച്ച് ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ പോകുന്നുള്ളത്, മക്കളൊന്നും ഇല്ലാണ്ട്. ഹംദയ്ക്ക് എക്സാം ഉണ്ട് ഇന്ന്. അപ്പോൾ എക്സാം ഇല്ലെങ്കിൽ എന്തായാലും ഞാൻ ഓളെ കൂടെ കൂട്ടുകയാണ് കേട്ടോ. കാര്യം എന്തോ പോലെയല്ലേ, എനിക്കെന്തോ പോലെ, ഞാൻ അധിക ദൂരമൊന്നും ഓളെ കൂട്ടാണ്ട് ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ആ ഒരു ചെറിയ ഇതുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ പോയത് ലൈറ്റ് ഹൗസിലേക്കാണ് കേട്ടോ. വെയിൽ തന്നെയാണ്, പക്ഷെ അതൊന്നും ഞങ്ങൾ വലിയ കാര്യമാക്കുന്നില്ല. നല്ല രസമല്ലേ. ഏറ്റവും വലിയ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ നടന്ന് കയറലാന്ന് കേട്ടോ. ഒന്നാമത് ഞങ്ങളുള്ള വെയിലെല്ലാം മൊത്തം കൊണ്ടിട്ടാണ് വരുന്നത്. അപ്പോൾ അതാർക്കും അത്ര എളുപ്പത്തിൽ കയറാൻ കഴിയുന്നില്ല, പറ്റുന്നില്ല. പിന്നെ ഞങ്ങൾ പോയ ടൈമിൽ തന്നെയാണ് സ്കൂൾ കുട്ടികളുണ്ട് കേട്ടോ. സ്കൂളിൽ നിന്ന് ടൂർ വരില്ലേ, അങ്ങനെ ഒരുപാട് കുട്ടികളെല്ലാം കണ്ടിട്ടുണ്ട്. അങ്ങനെ കയറി കയറി മുകളിലെത്തി നോക്കുമ്പോഴേ നല്ല പൊരിഞ്ഞ വെയിലാണ് കേട്ടോ. കാലിലങ്ങ് പൊള്ളിയിട്ട് നടക്കാൻ പറ്റാത്ത പോലത്തെ അവസ്ഥയില്ലേ, അങ്ങനെയേനു. പക്ഷെ നല്ല അടിപൊളി വ്യൂ ആണ്. ഞാൻ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട് റഷീദ് കൂടെ. അപ്പോൾ നല്ല രസമുണ്ട്. പക്ഷെ ഒരു ഈവനിങ് ടൈം ആണെങ്കിൽ നല്ല രസമുണ്ടാവും കേട്ടോ, കുറേ ഫോട്ടോ എടുക്കാനും. പിന്നെ ഞങ്ങളവിടെ എത്തുമ്പോഴേക്കന്നെ സ്കൂൾ കുട്ടികളെല്ലാം വന്നേ. പിന്നെ അവരോടിങ്ങനെ ഇവർ ചൂടാക്കുന്നുണ്ട്, വ്ളോഗറാണ്, ഫോട്ടോ എടുത്തോ ഭയങ്കര സംഭവമാണെന്നെല്ലാം പറഞ്ഞിട്ട് കുട്ടികളിങ്ങനെ ചൂടാക്കിയിട്ട് അവർക്ക് ഭയങ്കര ഫോട്ടോ എടുക്കാനും നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് അങ്ങനെ കുറേ ടൈം അങ്ങനെയും പോയി. പിന്നെ ഞങ്ങൾ എന്തെല്ലോ കുറേ കോപ്രായങ്ങളൊക്കെ കളിച്ച് പിന്നെ ഞങ്ങളെ ട്രിപ്പിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഈ ക്യാമറേൻ്റെ ഫ്രണ്ടിൽ വരാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇതൊരേ വീഡിയോ മാത്രമായാൽ വലിയ രസം ഉണ്ടാവില്ല. നമ്മൾ ആ ട്രിപ്പിൻ്റെ ആ ഒരു ഇതങ്ങ് നഷ്ടപ്പെടില്ലേ. അതുകൊണ്ട് ഞാൻ പറ്റുന്നിടത്തോളം ഞാൻ മാക്സിമം എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങുമ്പോഴേക്ക് ഉച്ച ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറി. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അന്നത്തെ ആ ഒരു ദിവസം ഞങ്ങൾ ഒരുപാട് നടന്നിങ്ങനെ ടയേർഡായി ഒന്നുമില്ല. അപ്പോൾ ജ്യൂസൊന്നും വാങ്ങി കുടിക്കണ്ട, നമുക്ക് നല്ല ചോറ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നിട്ടുണ്ട്. നല്ല കല്ലുമ്മക്കായ ഫ്രൈയും കൂന്തലൊന്നും ഞാൻ കഴിക്കൂല കേട്ടോ. കല്ലുമ്മക്കായ ഫ്രൈ ഇവിടുത്തെ അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇല്ലെങ്കിലും നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ഹോട്ടലിലെ ആ ഒരു ടേസ്റ്റില്ലേ, അത് കിട്ടൂല. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. എനിക്ക് കല്ലുമ്മക്കായ ഫ്രൈ നല്ലപോലെ ഇഷ്ടമായിന്.
അങ്ങനെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഒരു പള്ളിയിൽ എല്ലാവർക്കും നിസ്കരിച്ചിട്ട് ഇറങ്ങാന്നുള്ള രീതിയിൽ വെറുതെ കഥ ആക്കണ്ടല്ലോ. നമ്മൾ വീട്ടിലെത്തുമ്പോൾ എന്തായാലും ലേറ്റ് ആവുമല്ലോ, അപ്പോൾ നിസ്കരിച്ചിട്ട് പോകാന്നുള്ള രീതിയിൽ ഞാൻ ഈ ഒരു ഡ്രസ്സ് തന്നെ ഇട്ടിന്, അതിൻ്റെ കൂടെ സോക്സും കൂടി ഇട്ടിട്ട് അങ്ങനെ അങ്ങ് നിസ്കരിച്ചിട്ടുണ്ട്. നമ്മളെല്ലാ ട്രിപ്പിലൊന്നും ഇങ്ങനെ നിസ്കരിച്ചിട്ടൊന്നും പോകാൻ നിൽക്കില്ല. അപ്പോൾ ഇന്നില്ലേ ഇങ്ങനെ നിസ്കരിച്ചിട്ടെല്ലാം ഇറങ്ങുമ്പോൾ നല്ലൊരു സമാധാനം ഉണ്ടേനു കേട്ടോ. പിന്നെ ഓരോ സ്ഥലത്ത് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ പ്ലാനാക്കും നെക്സ്റ്റ് ഏത് സ്ഥലത്ത് പോകണം എന്നുള്ളത്. അങ്ങനെ രാവിലെ മുതലേ ഞാനൊരു സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലൊക്കേഷനെല്ലാം ഇട്ട് പോയി നോക്കുമ്പില്ലേ ആ ഒരു സ്ഥലമെല്ലാം മൊത്തത്തിലങ്ങ് മാറി. അങ്ങനെ ഏതായാലും എത്തിപ്പെട്ട സ്ഥലത്ത് ഏതായാലും ബോട്ടിങ്ങെല്ലാം അങ്ങനെ എന്തെങ്കിലും ബോട്ടിങ്ങിൽ പോകാമെന്നെല്ലാം വിചാരിച്ചിട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഞാനൊരു കയാക്കിങ് ഉള്ള ഒരു അടിപൊളി സ്ഥലമുണ്ട്, അപ്പോൾ അവിടേക്ക് പോകാമെന്നേനും വിചാരിച്ചേ. ഇനി അവിടേക്ക് പോകാൻ ഒരു 1.5 മണിക്കൂർ ടൈം എടുക്കും. പിന്നെ വീട്ടിലേക്ക് എത്താൻ നല്ല ലേറ്റ് ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് അവിടേക്ക് പിന്നെ ഒരു ദിവസം പോകാമെന്നെല്ലാം പറഞ്ഞിട്ട് തൽക്കാലം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ 2 കാറിൽ വന്നോണ്ട് തന്നെയില്ലേ നമ്മളെ കാറിലുള്ളവർക്ക് വഴി തെറ്റില്ലാന്ന് ഒരേ വഴി തെറ്റി എങ്ങനെയല്ലോ പിന്നെ മുന്നിൽ പോയ ആൾ അവരെ ലൊക്കേഷൻ അയച്ചു തരികയാണ് ചെയ്യുക. എന്നിട്ട് അങ്ങനെ അങ്ങ് പോക്കാന്ന് കേട്ടോ. നമുക്ക് ഒരേ വഴി തെറ്റില്ലാന്ന് അങ്ങനെ കുറേ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. 3 ബോട്ടായിട്ടാണ് കേട്ടോ ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ഒരു ഫുൾ ബോട്ടായിട്ട് എടുക്കുകയെന്ന് വെച്ചാൽ അതിൻ്റെ സർവീസ് ഇപ്പം ഇല്ല എന്ന് പറഞ്ഞിട്ട് 3 ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഒരു ബോട്ടിൽ 4 ആളായിട്ടുള്ളത് 2 എണ്ണവും പിന്നെ 2 ആൾ ഇരിക്കുന്നത് 1 എടുത്തിട്ടുള്ളത്. കയാക്കിങ് ആയിട്ട് എടുക്കാമെന്നു വിചാരിച്ചത്, പക്ഷെ അത് കിട്ടിയിട്ടില്ല കേട്ടോ. നേരെ പോട്ടെ ലൊക്കേഷൻ നമ്മുടെ സ്റ്റാറിങ് ശരിയില്ല. അങ്ങോട്ട് തിരിക്കണേ. അങ്ങനെ തിമിംഗലായിട്ടും വരുവാ, ഇങ്ങനെ പോയിക്കൂടാ. അങ്ങനെ തിമിംഗലം വരുവാ. എന്നിട്ട് കാറ്റടിക്കുന്ന പോലെ പോന്ന്. ശരിക്കും പറയുകയാണെങ്കിൽ അന്ന് നമ്മൾ ട്രിപ്പ് പോയാലോ എത്രത്തോളം എൻജോയ് ആക്കിയെന്നുള്ളത് ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കേട്ടോ മനസ്സിലാകുന്നത്. നല്ല രസമുണ്ടായിരുന്നു, നല്ല മിസ്സിങ് ആണ് കേട്ടോ. ചിരിയും എന്താ വെള്ളമായിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. ഈ ട്രിപ്പ് തന്നെ നമ്മൾ കുറേ നാളായിട്ട് തന്നെ പ്ലാൻ ആക്കിയിട്ടാണ് ഇപ്പം നടക്കൂലെന്ന് വിചാരിച്ചിന്. ഇത് പോയി വന്നതിന് ശേഷം നമുക്ക് ഒന്നും കൂടി പോകണം എന്നെല്ലാം പറയുന്നുണ്ട്. ആ ഒരു ഗ്രൂപ്പിൽ കുറച്ച് നാളെ ഇങ്ങനെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാവും. പിന്നെ എല്ലാവരും മറന്നിട്ട് അതങ്ങനെ അങ്ങോട്ട് കിടക്കും. കുറച്ച് നേരം പിന്നെ ഞങ്ങൾ 3 ബോട്ടും കൂടി ഒന്നിച്ച് വെച്ചിട്ട് പോകാമെന്ന് പ്ലാനാക്കി. ഈ ബുദ്ധി എന്താ ഞങ്ങൾക്ക് നേരത്തെ തോന്നാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഞങ്ങൾ അവിടുന്ന് ചവിട്ടി കളിച്ച് പിന്നെ 3 ആളും 3 വഴിക്കായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. കുറേ ഉച്ചയെല്ലാം ചവിട്ടിയിട്ട് കാല് വേദനയായിട്ട് പിന്നെ ഞാൻ ഫ്രണ്ടിൽ കയറി ഇരുന്നിട്ടുണ്ട്. ഇത് ഭയങ്കര റിസ്ക്കാണ് കേട്ടോ. നല്ല ഭാരമുണ്ട്, ടൈറ്റ് ഉണ്ടേനു. ഇതിങ്ങനെ ചവിട്ടുമ്പോൾ കാല് പെട്ടെന്ന് അങ്ങ് വേദന എടുക്കും.
അങ്ങനെ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ചെറിയൊരു കള്ളത്തരം കാണിച്ചേട്ടാ. ഞങ്ങൾ 2 കാറിലായോണ്ട് തന്നെ അവർ പയ്യാമ്പലം ബീച്ചിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവർ ഫ്രണ്ടിൽ പോയി. പിന്നെ ഞങ്ങൾ കണ്ണൂർ ബീച്ചിൻ്റെ അടുത്ത് തന്നെയുള്ള വൈൽഡ് കഫേയിലെ അവിടേക്ക് കയറിയിട്ടുണ്ടേനു കേട്ടോ. അവരോട് വഴി തെറ്റിയിട്ടാണുള്ളത്, ഇവിടെ ബ്ലോക്കിലാ, ലേറ്റ് ആവും എന്നെല്ലാം പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ കയറിയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്നുള്ള രീതിയിൽ അങ്ങനെ കയറിയിട്ടുണ്ടേനു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ കൊടുത്തിട്ട് എന്തെങ്കിലും വേഗം കഴിച്ചിട്ട് പോവാന്ന് പറയുന്നുണ്ട്. അവരിങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എവിടെ എത്തി, എവിടെയാ വഴി തെറ്റി, ഏത് ബ്ലോക്കിലാണെന്നെല്ലാം ചോദിച്ചിട്ട് ഇങ്ങനെ നമ്മളിതാ എത്താറായി എത്താറായി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഫോൺ എടുക്കാതെയായി. അങ്ങനെ ഞങ്ങൾ പാസ്തക്കും പിന്നെ 2 മൊജിറ്റോവും പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം ഒരു പാസ്ത വാങ്ങി കഴിച്ചിട്ട് പോവാന്നുള്ള രീതിയിൽ അങ്ങനെ പെട്ടെന്ന് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പാസ്തൻ്റെ പറയാണ്ടിരിക്കാൻ വയ്യ, അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ ഇത്ര ടേസ്റ്റുള്ള ഒരു പാസ്ത കഴിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഇവർ പയ്യാമ്പലം ബീച്ചിൻ്റെ എൻഡിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോയി. ഇവിടെ ബോട്ട് തട്ടാടാന്ന് പറഞ്ഞിട്ടുണ്ട്, കല്ലുമ്മക്കായ് സ്പെഷ്യലുള്ള. ഇവർ അത് വാങ്ങി കഴിക്കുന്നുണ്ടേനു കേട്ടോ. ഞങ്ങളെത്തുമ്പോഴേക്ക് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല വെയിറ്റിങ്ങിലേനു, നല്ല തിരക്കുണ്ടേനു. അപ്പോൾ ഇങ്ങനെ കല്ലുമ്മക്കായ് ആയി വരുന്നേ ഉള്ളൂ. അങ്ങനെ അവരൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ അവർക്കാണെങ്കിൽ സംഭവം ഒന്നും അറിയുകയും ചെയ്യില്ല, നമ്മളിങ്ങനെ കഫേ കയറിയ കാര്യം. അങ്ങനെ അവിടുന്ന് കല്ലുമ്മക്കായ് വാങ്ങി നല്ല ചൂടുണ്ടേനു കേട്ടോ. എനിക്ക് ഇവിടെ വന്നേരോ ഞാൻ ഇൻസ്റ്റയിൽ ഒരു കല്ലുമ്മക്കായൻ്റെ വീഡിയോ ഇട്ടേരോ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടുണ്ട് എനിക്ക് ആ വീഡിയോയിൽ. ആദ്യമായിട്ടാണ് ഒരു നെഗറ്റീവ് കമൻറ്റ് ഇങ്ങനെ വരുന്നുള്ളത്. പക്ഷെ ഞങ്ങൾക്ക് കഴിച്ച് നോക്കുമ്പോൾ ഇഷ്ടമായി. ബാക്കിയുള്ള കാര്യമൊന്നും ശ്രദ്ധിച്ചിട്ടില്ല, അറിയുകയും ചെയ്യില്ല. അപ്പോൾ ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാലോ ടേസ്റ്റ് ഉണ്ട് എന്ന് മാത്രമല്ലാണ്ട് വേറെ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. പിന്നെ കല്ലുമ്മക്കായ് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. കഴിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ പെട്ടെന്ന് തന്നെ കഴിച്ച് എല്ലാവരും ഞങ്ങളെ വെയിറ്റ് ആക്കി നിൽക്കലേനു. ഇങ്ങനെ 1-2 ബീച്ചിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് ഇവിടെ നിന്ന് അങ്ങ് പിരിയാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം തന്നെ ഏകദേശം 5 മണിയെല്ലാം കഴിഞ്ഞ് 6 മണിയായിട്ടുണ്ട്. 5 മണിക്ക് വീട്ടിലെത്തും എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഞങ്ങൾ രാവിലെ കണ്ണൂർ എത്തിയേരോ, എവിടെയും പോകാനില്ലാത്തതുകൊണ്ട് സ്റ്റുഡിയോയിലൊന്ന് കയറിയാലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരം പിന്നെ ആർക്കും വലിയ മൂഡൊന്നും ഉണ്ടായിട്ടില്ല. വെറുതെ ടൈം കളയണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതിപ്പോൾ നമ്മൾ തിരിച്ചു പോകുമ്പോൾ എൻ്റെ ഒരു കസിന് ഇവിടെ കയറണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഓക്ക് ടോപ്പ് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ എനിക്കൊന്നും വാങ്ങാനില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ്, നോക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഹംദനെ കൂടെ കൂട്ടിയിട്ടില്ലല്ലോ, അപ്പോൾ ഓൾക്ക് എന്തെങ്കിലും നല്ല കിട്ടുവാണെങ്കിൽ എടുക്കാമെന്നും വിചാരിക്കുന്നുണ്ട്. ഹംദക്ക് പണ്ടില്ലേ ഒരു പാർട്ടി വെയർ ആയിട്ടുള്ള ഡ്രസ്സൊന്നും ഇഷ്ടമല്ല, സ്കേർട്ടൊന്നും ടീഷർട്ട് തന്നെ ഇട്ട് ശീലമായിന്. ഇപ്പോൾ ഓള് മാറി കേട്ടോ, ഓൾക്ക് ഇങ്ങനെയുള്ള ഡ്രസ്സാണ് കൂടുതൽ താല്പര്യമുള്ളത്. ടീഷർട്ട് ഇടൂല എന്നുള്ള ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നത് കേൾക്കാം. എന്നാലും ഞാൻ ടീഷർട്ട് തന്നെയാണ് കേട്ടോ എടുക്കൽ. എനിക്ക് ഒരു പാർട്ടി വെയർ ആയിട്ടുള്ള ഡ്രസ്സ് ഇഷ്ടമല്ല. അങ്ങനെ ഇതൊന്ന് സെലക്ട് ആക്കിയിട്ടുണ്ട്. ഇതൊരു സ്കേർട്ടും ഒരു ടീഷർട്ടും അങ്ങനെ ആയിട്ട് വരുന്നത്. അങ്ങനെ അതും എടുത്തിട്ട് പിന്നെ ഞങ്ങൾ വേഗം തന്നെ ഇറങ്ങലാന്ന് കേട്ടോ. കൂടുതലായിട്ട് നോക്കിയിട്ട് ടൈം കളയണ്ടെന്ന് വിചാരിച്ച്. അങ്ങനെ ഇവിടുന്ന് ഇറങ്ങലാന്ന്. രാത്രിക്ക് പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ചിക്കൻ എല്ലാം വാങ്ങിയിട്ടാണ് കേട്ടോ പോയിന്. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല.
ഇന്നത്തെ ഒരു വ്ളോഗ് പിന്നെ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ഇടുക. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. താങ്ക് യു, ബൈ.